രാവിലത്തെ എൻ്റെ പരിപാടി ഇതാണ്. ഒരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അമ്മയുടെ കിരീടത്തിലും ഈ കിരീടത്തിലൊക്കെ ചെറിയ കറുവലൊക്കെ വീണിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പോഴാണ് ഈ ഒരു സുന്ദരിയായത്. ലക്ഷ്മി ദേവി എപ്പോഴും സ്വർണ്ണ കളറാണല്ലോ. അപ്പോൾ ഫിനിഷായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാലൻസ് എന്തൊരു ചെയ്യുമോ. ഇത്രയും ബാലൻസ് ഒന്നും വേസ്റ്റായില്ല. ഞാൻ വിചാരിച്ചു ഒരുപാട് വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. തിരിച്ചതിൽ തട്ടി വെച്ചാലേ കയ്യിലൊക്കെ ഗോൾഡനായി. ഇത് വെക്കുന്നിടത്തൊക്കെ ഗോപുരമാണ്. വേറെ ഗണപതിയൊക്കെ ഉണ്ട് കേട്ടോ. ഹനുമാനും ഗണപതിയൊക്കെ ഉണ്ട്. അവർക്കൊന്നിട്ട് കഴിച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പം നമുക്ക് ബാലൻസ് വന്നതിന് അങ്ങനെ അങ്ങ് ഫിനിഷ് ചെയ്യാം. ഓക്കെ. പരിഭവങ്ങളും പരാതികളും ഇല്ലാതെ എല്ലാവർക്കും ഫിനിഷ്ഡാകും. നമ്മൾ പൊടിയുണ്ടെങ്കിൽ അതിനെ തുടച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഉണ്ടോ? ഇപ്പം ഞാനിത് പെയിൻറ്റ് ചെയ്യുന്നതിന് വാങ്ങിയിട്ട് ചെയ്യുന്നതാണ്. പെയിൻറ്റിങ് ബ്രഷുണ്ട്. ഇതിലിപ്പോൾ പ്രൈമർ ചേർത്തിട്ടില്ല. ഞാൻ വെറും വെള്ളം കുഴിച്ചിട്ടാണ് തയ്ക്കുന്നത്. എന്തായിത്തീരുമെന്ന് എനിക്കറിയില്ല. പേനിട്ട് ഉണക്കാമെന്ന് വിചാരിക്കുന്നുണ്ട. ബാക്ക് വശം നമ്മൾ ഫിനിഷ് ചെയ്തു. ഇതിപ്പോൾ ഗണപതി, യുദ്ധഗണപതിയാണ്. യുദ്ധഗണപതിയെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പാടുണ്ടെന്നാണ് പറയണത്. ഞാനിപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിലല്ല, നമ്മുടെ പൂജാമുറിയിൽ വെച്ചേക്കുന്നു. കയ്യിലൊക്കെ ആവുന്ന ഗേസ് ഇത് ചെയ്യാനാ. അപ്പോൾ ഇതിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ സൈലൻ്റായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺസെൻട്രേഷൻ തെറ്റാതിരിക്കാൻ. വാരി അങ്ങ് പൂശുകയാണ് വർക്ക്. പൗഡറാണ് കേട്ടോ കേസ്. ഇത് പൗഡർ അത്ര ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പൗഡർ വാങ്ങിച്ചാൽ നമ്മൾ പ്രൈമർ വാങ്ങിച്ചിട്ട് വേണം അടിക്കാൻ. പ്രൈമർ കുന്തമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ വെറുതെ വാരി ഇങ്ങനെ പൂഷിക്കുകയാണ്. ലാസ്റ്റ് കയ്യിലെല്ലാം ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വീട് പണി പെയിൻ്റ് അടിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഈ കാര്യം. വീട്ടിലുള്ള പ്രതിമക്ക് പെയിൻറ്റ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ദോഷമാണ്. നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്ക് കഴുകുന്നില്ല, അതുപോലെ തന്നെ. ഇനി ഇതിൻ്റെ കളറിന് എത്ര ദിവസം നിൽക്കുമെന്നൊന്നും എനിക്കറിയില്ല. പൊടിഞ്ഞ് ഇളകി വരുമെന്നും എനിക്കറിയില്ല. പ്രൈമർ ഇല്ലായിരുന്നു, പ്രൈമർ ഇല്ലാതെയാണ് തേക്കുന്നത്. പച്ചവെള്ളം വീട്ടി തേക്കുന്നത്. വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്.
ഇനി ഉണങ്ങാൻ പാറി എങ്ങോട്ടൊക്കെയാണ് ഇത് പോണേന്ന് കണ്ട. അടുത്തിങ്ങി ഭക്ത ഹനുമാനാണ് അടിക്കാൻ പോകുന്നത്. ജയ് ഹനുമാൻ, ജയ് ശ്രീറാം അടിക്കുകയാണ്. കണ്ട കറുത്തിട്ടിരുന്നു കേട്ടോ, അത് കറുത്ത കളറിലിരുന്നു. അതിൻ്റെ പെയിൻ്റൊക്കെ പോയി. ഇപ്പം സുന്ദരനായി കണ്ട, പളപളാരി സുന്ദരനായി. ഇനി ഇവർക്ക് കരിയും പൊട്ടുമൊക്കെ വരച്ചാൽ മാത്രമേ ഇവർ നമ്മളെ വീട്ടിലുള്ളതായിട്ടെങ്കിലും തോന്നുള്ളൂ. അവരെ രൂപം കൊണ്ടുവരണം. എല്ലാം മനസ്സിൻ്റെ ചിന്തകളാണ്, അത് വേറെ കാര്യം. ഹനുമാനെ പെയിൻ്റ് അടിച്ചപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. കറുത്ത കളർ കേട്ടോ. ഇനി എവിടെ നമുക്ക് ചേഞ്ച് വന്നത്? ഇവിടെ സ്വർണ്ണ കളർ. എന്നാലും ബാലൻസ് ഉണ്ട് ഗെയ്സ്, ഒത്തിരി ആയിപ്പോയി. ഇനി എവിടെ കൊണ്ടിട്ടടിക്കുക? കുറച്ച് എൻ്റെ മുഖത്തൂടെ അടിക്കുക. ഉടൻ ഫേഷ്യൽ വേണം. ഇതിൽ ചെറിയ വെള്ളത്തിൻ്റെ അംശമുണ്ട്. സീനെന്ന് പറഞ്ഞാൽ ഇത് കട്ടി പിടിക്കുമോ ഈ പൊടി? ടേബിളിലൊക്കെ ആയി, അത് തന്നെ വെള്ളം വെച്ച് തുടച്ചെടുക്കണം. മൂന്ന് ബൊമ്മ പെയിൻ്റ് അടിച്ചിട്ടും തീരുന്നില്ല ഗെയ്സ്. അത്രയ്ക്ക് കുറച്ച് പിന്നെ പൊടി മതി. ഞാനും അറിഞ്ഞില്ല. ഞാൻ ലിക്വിഡും എടുത്ത് വീത്തും പോലെ അങ്ങ് വീത്തി. വിരലൊക്കെ ആയിട്ടുണ്ട്, എൻ്റെ വിരലൊക്കെ ആയിട്ടുണ്ട്. ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ തോപ്പിട്ടാലൊന്നും പോവുകയില്ല, മിക്കവാറും മണ്ണ് തന്നെ വീത്തേണ്ടി വരും. ഒരു കുടന്ന നിലാവിൽ കുളിര് കോരി. ജയ് ശ്രീറാം. പെയിൻറ്റിങ് കംപ്ലീറ്റ്. സുന്ദരനായില്ലേ അവർ? അതാണ് നമ്മൾ കറുത്ത പൊമ്മ വീട്ടിൽ വെക്കില്ല എന്ന് പറയണത്. എൻ്റെ കയ്യിലൊക്കെ അയ്യോ തറയിലുമായി. തേയിലിട്ട തലയാണ് ഇത്. എങ്ങനെ തറയാണ്, എങ്ങനെയെങ്കിലും ഇത് തുടച്ചെടുക്കുന്നു. ഇതിൻ്റെ പുറത്തൊക്കെ ആയി കേട്ടോ ഗൈസ്. എന്നാൽ ഫിനിഷ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കേ, ഇത് സോപ്പിട്ടാലൊന്നും പോവില്ല ഗൈസ്. ഇനി വേറെ എന്തെങ്കിലും പണി ചെയ്യണം. സോപ്പിട്ടാലൊന്നും പോവില്ല. ഇത്രയും ബാലൻസ് പൊടി ഞാൻ അതിൽ തട്ടി വയ്ക്കുകയാണ്. ഒരുപാടായിപ്പോയി കേട്ടോ. കണ്ട, ഇനി ബാലൻസ് ഇതിലോട്ട് എവിടെ തൊട്ടാലും ഗോൾഡ് സ്വർണ്ണ കളർ. അടച്ചു വെച്ചു. എൻ്റെ ഡ്രസ്സിലൊക്കെ ആയി സ്വർണ്ണ കളർ. അവർ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടല്ലോ. ബാക്കി ഞാനിത് തുടച്ചെടുക്കണം. ഇതിൻ്റെ അടിഭാഗത്തോട്ട് ശ്രദ്ധിക്കുക.
ഒരു ചന്തവും ഒക്കെ വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ ചുമന്ന പെയിൻറ്റ്, ഇവിടെ ശകലമുണ്ടല്ലോ, ചുമന്ന പെയിൻറ്റ് അടിക്കുമ്പോൾ യഥാർത്ഥ ലക്ഷ്മി പാവമാണ്. ചുമന്ന പെയിൻറ്റ് വേണമെങ്കിൽ അടിച്ചാൽ മതി, അയച്ചിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലക്ഷ്മി എപ്പോഴും ഗോൾഡ് കളറിലാണ്. ഇനി നമുക്കതിനെ ഫാൻ ഇട്ടെങ്ങാനും ഉണക്കാം. ഇനി ഇവർക്ക് കരിയും പൊട്ടും വരച്ചാലേ യഥാർത്ഥം ഉണ്ടാവും. അപ്പോൾ ഗേസ്, ഇതിങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ കൈ കൊണ്ടെടുത്ത് കളയട്ടെ.